ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് ബ്രാക്ക് ഫ്ലൂയിഡ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. മിനിമം ആൻഡ് മാക്സിമം ഒന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും മാക്സിമം ലെവൽ വേണം. അപ്പോൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് ഒഴിക്കണം. അത് ഒഴിക്കും മുന്നേറ്റ് .3 ആണോ .4 ആണോ ചെക്ക് ചെയ്യണം. അതിന് ഈ അടപ്പിൻ്റെ മുകളിൽ എഴുതിയിരിക്കും. ഒന്നിൽ .4 അല്ലെങ്കിൽ .3 എന്ന് വയ്ക്കും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഏതാണെന്ന് എഴുതിയിരിക്കുന്നത് അത് വാങ്ങിച്ച് ടോപ്പ് ചെയ്യുക. മാക്സിമം ഇതിൻ്റെ മുകളിലോട്ട് വരാത്ത രീതിയിൽ ഒഴിച്ച് ടോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം. എഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ സ്റ്റിക്ക് വേണം. ആ സ്റ്റിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ഡോട്ട് കാണും. ഇതാണല്ലോ ഈ 2 ഡോട്ട്. അതിൽ താഴത്തെ ഡോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമമാണ്, തൊട്ട് മുകളിൽ മാക്സിമം. അപ്പം മാക്സിമം വരെ ഓയിൽ വേണം. ഒരിക്കലും മാക്സിമത്തിൻ്റെ മുകളിലോട്ട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രഷർ കൂടിയിട്ട് സീൽ വഴിയൊക്കെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കൂളൻ ലെവലാണ്. അപ്പോൾ കൂളൻ ലെവൽ നോക്കാമെന്നുണ്ടെങ്കിൽ വണ്ടി തണുത്തിറക്കുക മാത്രമേ നോക്കാവൂ. ആ സമയത്ത് റേഡിയേറ്ററിൻ്റെ അടപ്പ് ഇതേപോലെ തുറന്നതിന് ശേഷം കൂളൻ ലെവൽ ചെക്ക് ചെയ്തിട്ട് ഏത് കളറാണോ ആ കളർ വാങ്ങിച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കുക. വെള്ളമാണ് നിങ്ങൾ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കിണറ്റിലെ വെള്ളമോ പൈപ്പ് ലൈനിൻ്റെ വെള്ളമോ വാങ്ങിച്ച് ഒഴിക്കാൻ നിൽക്കരുത്. കാരണം അതിനകത്ത് ഓയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നിൽ കൂളൻ്റ് വാങ്ങിച്ച് ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങിച്ച് ഒഴിക്കുക. പിന്നെ തൊട്ടടുത്ത് പറഞ്ഞതാണ് ഇതിൻ്റെ റിസോർട്ട് ടാങ്ക് എന്ന് പറയും. അപ്പോൾ ഇതിലും ഇതേപോലെ മിനിമം മാക്സിമം കാണും. ഇതെവിടെ കാണാൻ പറ്റും. മിനിമം വണ്ടി മാക്സിമം കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം വരെ ഒഴിക്കുക. അതിന് മുകളിലോട്ട് ഒഴിക്കാൻ നിൽക്കരുത്. പിന്നെ ശരിക്കും എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ ആൾട്ടോ അങ്ങനത്തെ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ക്ലിപ്പ് വരും. ഈ ക്ലിപ്പ് ഊരിയിട്ട് പയ്യെ പോയി കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ കാണാൻ പറ്റും. എയർ ഫിൽറ്റർ അടിച്ചിട്ട് ഒന്നിൽ എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് തറയിൽ 2-3 വട്ടം തട്ടി നോക്കിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുക. പിന്നെ നോക്കണം വണ്ടിക്ക് അടിയിലോട്ട് നോക്കണം. വണ്ടിയിൽ അടിയിലോട്ട് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാണണം നോക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് വേറെ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ലോങ് ട്രിപ്പ് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോണതായിരിക്കും നല്ലത്. പിന്നെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ കണ്ടീഷനാണ്. ഇത് നമുക്ക് ആൾട്ടയാണ് വേണ്ടത്. അപ്പോൾ ആൾട്ടയ്ക്ക് 2 ബെൽറ്റ് വരും. അപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെട്ടടിച്ച് നോക്കുമ്പോഴത്തേക്കും ബെൽറ്റിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റും. പൊട്ടല കീറല എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മിനിമം നോക്കാനുള്ളത്. പിന്നെ ലൈറ്റ് സിസ്റ്റം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ബൾബ് എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾബും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ട്രിപ്പ് പോകാനുള്ള ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.